റിപ്പോർട്ടർ SIT ഫോളോ അപ്പ്. ശബരിമല ശ്രീകോവിലിന്റെ പഴയ വാതിലിലെ സ്വർണവും ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയതായി സൂചന. 2.5 കിലോ സ്വർണമാണ് വാതിലിൽ പതിപ്പിച്ചിരുന്നത്. തകരാറെന്ന് പറഞ്ഞു മാറ്റിയ പഴയ വാതിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. വാതിലുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് ഇതുവരെ SITയുടെ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല. വാതിൽ ദ്രവിച്ചു പോയിരുന്നുവെന്നും പൊതിഞ്ഞ ലോഹത്തിന് പ്രശ്നങ്ങളില്ലായിരുന്നുവെന്നും വാതിൽ നിർമ്മിച്ച ആശാരി ഇളവള്ളി നന്ദനും വെളിപ്പെടുത്തിയിരുന്നു. സന്നിധാനത്ത് SIT പരിശോധന തുടരുകയാണ്. പഴയ വാതിൽ സ്വർണ്ണവാതിലായിരുന്നു. അതിൻ്റെ അളവൊക്കെ എടുത്ത് എന്നിട്ട് പുതിയത് ഉണ്ടാക്കാൻ വേണ്ടി ബാംഗ്ലൂർ ശ്രീരാമപുരത്ത് വെച്ച് പണിയാണെന്ന് പറഞ്ഞു. ഇങ്ങോര സ്ഥലം ശ്രീരാമപുരമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ. ചെമ്പ് പൂശല്ല, ചെമ്പ് കവർ ചെയ്യലാണ്. കവർ ചെയ്തിട്ട് അതിൻ്റെ മീതെ എംബോസ് ചെയ്തിട്ടുള്ള വർക്കാണ്. അത് ഹൈദരാബാദിലാണ് ചെയ്തത് പറഞ്ഞു. അത് ചെയ്തതിന് ശേഷമാണ് ഈ സാധനം സ്വർണം പൂശാൻ കൊണ്ടുപോയത്. കൊണ്ടുപോയത് അവിടേക്കാന്ന് എനിക്കറിയില്ല. പഴയ വാതിൻ്റെ ലോക്കൊക്കെ ഇതിലേക്ക് വെച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ലോക്കിന് പ്രത്യേകത ഉണ്ടായിരുന്നു. അത് കോൽപ്പൂട്ട് എന്ന് പറയുന്ന ഒരു ലോക്കായിരുന്നു. കോൽപ്പൂട്ട് ഇപ്പോൾ ദ്വാരപാലക ശില്പത്തിന്റെ ഈ വിവാദം വരണേൻ്റെ 4 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ശബരിമല ഡോറിന്റെ ഉൾഭാഗത്ത് ഒരു ചെമ്പ് തകിട് വെച്ചിട്ടുണ്ടോ എലി കടക്കാതിരിക്കാന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത് എന്നോട്. അപ്പോൾ എന്നിട്ട് അതിന്റെ ഫോട്ടോസും എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ചെയ്തല്ല, നമ്മൾ ഡോർ അന്ന് ഫിറ്റ് ചെയ്തതിനു ശേഷം പിന്നെ ഡോറിന്റെ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ആരാ ചെയ്തതെന്ന് എനിക്കറിയില്ല പറഞ്ഞിട്ട് അന്ന് ഞാൻ മറുപടി പറഞ്ഞു. TV പ്രസാദ് ചേരുന്നു നമുക്കൊപ്പം. TV പ്രസാദ്, നമ്മൾ നേരത്തെ സംശയിച്ചതാണ്, റിപ്പോർട്ട് ചെയ്തതാണ്. അതിന്റെ ഒരു തുടർച്ചയിലേക്ക് വരുമ്പോൾ ഈ മരം കൊണ്ടുള്ള വാതിൽ, അതിൽ മരത്തിന് ദ്രവിക്കാം, അത് കാലപ്പഴക്കം കൊണ്ട് ദ്രവിക്കാം. പക്ഷേ അതിൽ പൊതിഞ്ഞിരുന്നത് 2.5 കിലോ സ്വർണ്ണമാണ്. നേരത്തെ നമ്മൾ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളിലെ ഗ്രാമുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വർണം പതിപ്പിച്ചത് ശ്രീകോവിലിന്റെ വാതിലിലാണ്. അതും ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയോ പ്രസാദ്? അത് തന്നെയാണ് ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തണം എന്ന് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തോട് നിരീക്ഷിച്ചിരിക്കുന്നത്. സുജയ, 2 കിലോ 516 ഗ്രാം, അതായത് 2.5 കിലോ സ്വർണമാണ് ഈ വാതിലിൽ മാത്രം പൊതിഞ്ഞിരിക്കുന്നത് എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പ്രകാരമുള്ള കണക്ക്. ദ്വാരപാലക വിഗ്രഹവും അതുപോലെ തന്നെ കട്ടിളപ്പടിയും ചേർന്നാലാകെ 1 കിലോയിൽ താഴെ ആണ് സ്വർണം വരുന്നത് എന്ന കാര്യം ഓർക്കണം. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണം കൊണ്ടുപോയതും കട്ടിളപ്പടിയിലെ സ്വർണം കൊണ്ടുപോയതും മാത്രമാണെങ്കിൽ പുതിയൊരു അന്വേഷണത്തിനുള്ള സാധ്യത തുടങ്ങുകയാണ് എന്നുള്ളതാണ്. അത് ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ച സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ആ ശ്രീകോവിലിന്റെ പ്രധാന വാതിലിലെ പഴയ വാതിൽ അതെവിടെ പോയി എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. നേരത്തെ ഹൈക്കോടതി പറഞ്ഞതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള കൗണ്ടറിനടുത്താണ് അത് ഇരിക്കുന്നത്. ആ കൗണ്ടറിനടുത്ത് സ്വാഭാവികമായി അത് സ്ട്രോങ് റൂമിന് പുറത്ത് ഇരിക്കണമെങ്കിൽ ആ മരത്തിൻ്റെ മുകളിൽ ഉള്ള സ്വർണം പതിപ്പിച്ച ആ വാതിലിൻ്റെ സ്വർണം ഒന്നിക്കിൽ ഇളക്കി മാറ്റുകയോ അതല്ലെങ്കിൽ അവിടെ മറ്റൊന്ന് സ്ഥാപിച്ചിരിക്കുകയോ ചെയ്തിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഹൈക്കോടതി തന്നെ പറയുന്നത് ഹൈക്കോടതി ദേവസ്വം വിജിലൻസിനോട് അന്വേഷിക്കാൻ പറഞ്ഞതിന് ശേഷമാണ് പുറത്ത് അലക്ഷ്യമായി കിടന്നിരുന്ന വാതിൽ സ്ട്രോങ് റൂമിനകത്തേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ്. അതിനർത്ഥം സുജിയ, 2019 ഈ സംഭവം നടന്നതിന് പിന്നാലെ 2019 മാർച്ചിലാണ് വാതിൽ മാറ്റുന്നത്. അതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് അവിടെ നിന്ന് കൊണ്ടുപോയോ എന്ന സംശയമാണ് ഏറ്റവും പ്രധാനമായി ഉയരുകയും ചെയ്യുന്നത്. സുജിയ, നമുക്ക് ഓർമ്മയുണ്ടാവും ഈ വാതിലിന്റെ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത് നമ്മളാണ്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു 6/8/2018 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുതിയ വാതിൽ സ്ഥാപിക്കാനുള്ള ഉത്തരവ് ദേവസ്വം ബോർഡ് കൊടുക്കുന്നത്. പക്ഷേ 6/8/2018 ഉത്തരവിന്റെ പകർപ്പ് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഹൈക്കോടതിയിലേക്കും എത്തിയിട്ടില്ല എന്ന് വേണം. എന്തായാലും എനിക്ക് വലിയ ആശങ്ക തോന്നുന്നു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇങ്ങനെ നിർബാധം എല്ലാം എടുത്ത് റീപ്ലേസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴിത് ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ ശബരിമല അയ്യപ്പൻ പോലും അവിടെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഉറപ്പായും സുജിയ, അങ്ങനെ തന്നെയാണ്. അതായത് വിജയ് മല്യ കൊടുത്ത 32 കിലോയിലധികം വരുന്ന സ്വർണവും ഇത്തരത്തിൽ അന്യാധീനപ്പെട്ടു പോകുമായിരുന്നു എന്ന കാര്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഉറപ്പാണ് സുജിയ, കാരണം വാതിലിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. വാതിലിൽ സ്വർണം പൂശി പുതിയ വാതിൽ കൊണ്ടുവച്ചപ്പോൾ അതിന്റെ തിളക്കം, ആ തിളക്കത്തിന് ചേരുന്നതല്ല കട്ടിളപ്പടി, കട്ടിളപ്പടിയുടെ തിളക്കത്തിന് ചേരുന്നതല്ല ദ്വാരപാലക വിഗ്രഹം, അതിന്റെ താങ്ങുപീഠം, എല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള വലിയ ഗൂഢാലോചന അവിടെ നടത്തിയിരുന്നു എന്നുള്ളതാണ് സുജിയ. ഒരു കാര്യം ഓർക്കേണ്ടത്, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരനോ അവിടുത്തെ ഉദ്യോഗസ്ഥരോ മാത്രം വിചാരിച്ചാൽ കഴിയുകയില്ല എന്നുള്ളതാണ്. അവിടെയാണ് നടത്തേണ്ട ഒരു അന്വേഷണമാണോ? കാരണം ശബരിമലയുടെ മൂല്യം എന്ന് പറയുന്നത് സ്വർണത്തിന്റെ മൂല്യമല്ല, വിശ്വാസത്തിന്റെ മൂല്യമാണ്. അതുകൂടിയാണ് അവിടെ മാറ്റപ്പെട്ടിരിക്കുന്നത്. അതിന് കൂട്ടുനിന്ന് എല്ലാവരും പുറത്തേക്ക് വരണ്ടേ? അവരെല്ലാവരും അന്വേഷണ പരിധിയിലേക്ക് വരണ്ടേ പ്രസാദ്?
ഉറപ്പായും സുജി, അതിലേക്കാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ഉദ്യോഗസ്ഥരെ കൊണ്ടോ അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ കൊണ്ടോ കൂട്ടിയാൽ കൂടുന്നതല്ല ശബരിമലയിലേത്. ശബരിമലയിലെ സ്വത്ത് സംരക്ഷിക്കാൻ ആരെയാണോ സർക്കാർ ചുമതലപ്പെടുത്തിയത് അവരുടെ അറിവില്ലാതെ, അവരുടെ ഗൂഢാലോചനയില്ലാതെ അവിടെ ഒന്നും നടക്കില്ല എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സുജയ, ഇതിലൊരു കാര്യം വ്യക്തമാണ്. ശബരിമലയിൽ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് ഇന്നൊരു പവൻ ഇത്ര എന്ന രീതിയിലല്ല കണക്ക് കൂട്ടേണ്ടത്. പകരം അത് ശബരിമലയിലേതാണ്. ശബരിമലയിലേതിന് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തും അകത്തും രാജ്യത്തിന് പുറത്തും കോടികളാണ് വിലമതിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ശബരിമല അയ്യപ്പന്റെ കട്ടിളപ്പടിയായാലും ദ്വാരപാലക വിഗ്രഹമായാലും ഇനിയിപ്പോൾ വാതിൽപ്പാളിയായാലും ഈ സാധന സാമഗ്രികളൊക്കെ കേരളം കടന്നു പോകാനുള്ള സംശയമുണ്ട്. ഒരുപക്ഷെ ഹൈക്കോടതി സംശയം പ്രകടിപ്പിക്കുന്നത് പോലെ രാജ്യം കടന്നുള്ള രാജ്യാന്തര വിഗ്രഹ നിർമ്മാണ ഇടപാടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെച്ചുള്ള ഈ തട്ടിപ്പ് സംഘം നീങ്ങിയിരുന്നോ എന്നുള്ളതാണ്. ഒരു കാര്യം പരമാർത്ഥമാണ് സുജയ, നമ്മുടെ അയ്യപ്പന്റെ വിശ്വാസത്തെ കച്ചവടം ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെച്ച് എന്നുള്ളതിന്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. ഓക്കെ, ടി വി പ്രസാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. റിപ്പോർട്ടർ SITയുടെ അന്വേഷണം തുടരുകയാണ്. നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ അത് ഇപ്പോൾ അന്വേഷണ പരിധിയിലേക്ക് കൂടി വരേണ്ടതാണ് എന്നുള്ള തെളിവുകളാണ് പുറത്തുവരുന്നത്.